വീട്ടിൽ പ്രസവം നടത്തി മരണപ്പെട്ട ഒരു കുടുംബം. വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. അതിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം SP-യുടെ ഒരു ന്യൂസ് നമ്മൾ റിപ്പോർട്ടർ ചാനലൊക്കെ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം, പുള്ളി ആത്മീയതയുമായി കൂടുതൽ അടുപ്പമുള്ള ഒരാളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ. എന്താണ് ആത്മീയത? അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള ഒരു കാരണമായി മാറി. ഇനിയിപ്പം കേസ് 2 സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നേരിടണം. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സെന്റേഴ്സും ഡോക്ടേഴ്സൊക്കെ പിന്നെ എന്തിനുള്ളതാണ്? നമുക്കൊരു പനി വന്നാൽ പോലും പ്രത്യേകം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്വയം ചികിത്സ പാടില്ല എന്നുള്ളത്. നമ്മൾ എത്രയും ശ്രദ്ധിക്കണം. എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പല ഹോസ്പിറ്റലുകളിലും പല പ്രശ്നങ്ങളും പല പറ്റിക്കലുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രസവം പോലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ ആത്മീയതയുടെ പേരും പറഞ്ഞിട്ടാണ് എനിക്കത് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ റീസെൻ്റ്ലി പല കേസുകളായി. ഒരെണ്ണം അല്ല, മരണപ്പെട്ടതുകൊണ്ട് മാത്രം ഇത് കൂടുതൽ ചർച്ചയിലേക്ക് പോയെന്ന് മാത്രം. അതിനു മുമ്പ് വീട്ടിൽ പ്രസവം നടന്ന മറ്റൊരു കുടുംബത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. ഇതിനൊക്കെ പുറമെ എൻ്റെ നാട്ടിൽ തന്നെ ഈ വീട്ടിൽ പ്രസവിച്ച ആളുകളുടെ ഒരു സംഗമം, അവർക്കൊരു അവാർഡ് കൊടുക്കൽ ഒക്കെ നടന്നു. ഞങ്ങളെ അവിടെ തന്നെയുള്ള ഒരു ഡോക്ടർ ഉണ്ട്, റിൻസി. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് മെഡിക്കൽ ഓഫീസറാണ്, മുബാറക്ക് എന്ന് പറയും. ഇവരൊക്കെ ശക്തമായിട്ട് ഈ വക കാര്യങ്ങൾ സംസാരിച്ച വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്യാവശ്യം നല്ല ഒരു ഹൈപ്പിൽ റീച്ചും കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ. കാരണം അവർ പ്രത്യേകമായിട്ട് ഇതിന്റെ വശങ്ങൾ പറയുന്നുണ്ട്. ഈ മരണപ്പെട്ട കേസ് വരുന്നതിന് മുമ്പേ റിൻസി ഡോക്ടർ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇതിന്റെ ഫലങ്ങൾ, BP കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പെയിന് വരികയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കെയർ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് പ്രത്യേകം. അപ്പോൾ അറിവുള്ളവർ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ അതിനൊക്കെ നെവർ മൈൻഡ് ആക്കിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിന് പോവും, നമ്മളെ വ്യക്തികൾക്ക് പോവും. ആ കുട്ടികൾക്ക് ഉമ്മല്ലാണ്ടായി, അയാൾക്ക് ഭാര്യ ഇല്ലാണ്ടായി. ഇതിപ്പം ഈ ഒരു ചൂടാറുന്ന വരെ ആളുകൾ അത് അങ്ങനെ പറഞ്ഞു നടക്കും. ഇത് കഴിഞ്ഞാലും ഈ ആത്മീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ആളുകൾ വീണ്ടും ചെയ്യും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനുഷ്യന്, അല്ലാതെ ജീവജാലങ്ങളും പ്രകൃതി ജീവനുള്ള എല്ലാത്തിനും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആരും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് PhD കിട്ടുന്നുമില്ല. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളുകളിലും ഒക്കെ, ഈവൻ നമ്മൾ പരിസ്ഥിതി ദിനത്തിന് ചെടി നടുന്നത് മുതൽ ആളുകൾക്ക് നല്ല 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 ഇൻഫർമേഷൻസ് ആണ് കൂടുതൽ നമ്മളൊക്കെ പഠിച്ചു വരുന്നത്. ഇക്കാലത്തിലെ എല്ലാത്തിലും അതിന് പ്രത്യേകം ക്യാമ്പുകൾ വരെയൊക്കെയുള്ള ഒരു കാലമാണ്. പിന്നെ ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ആത്മീയതയുടെ പേരിൽ, മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് ചൂഷണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്നടക്കം അത് അവന് എന്താ പറയാൻ അധികാരം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. നമ്മളെ ഇത്രയും ഫെസിലിറ്റികൾ, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു, നമുക്ക് തീരെ വയ്യാണ്ടായ പോകുന്നു, അല്ലെങ്കിൽ തലയിറങ്ങി വീണാൽ പോകുന്നു, എല്ലാം ആത്മീയത കൊണ്ട് ശരിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ലല്ലോ. കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അസുഖങ്ങൾ മനുഷ്യർക്ക് വരും. ദിനം പ്രതി ആളുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ അസുഖത്തിനുള്ള മരുന്നുകളും, അതിന്റെ ബാക്കി എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ വകഭേദങ്ങൾ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ പല രീതിയിൽ ആളുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഈ കാലഘട്ടത്തിലും നിങ്ങൾ ആത്മീയതയുടെ പുറകെ പോയി നിങ്ങളിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിബ്ലിങ്സിനോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ആത്മീയതയുടെയും പുറകെ പോകരുത്. നമുക്കെല്ലാ വിശ്വാസം വേണം, നമുക്ക് നമ്മളുടെ മതങ്ങൾ വേണം, നമുക്ക് നമ്മുടെ ആളുകൾ വേണം, എല്ലാം നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇക്കാലഘട്ടത്തിലും നിങ്ങൾ ഈ വക നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ ഒരു 1-2 വർഷം ആണ് തോന്നുന്നു ഇറങ്ങിയിട്ട്, അതിന്റെ മുമ്പ് ഇറങ്ങിയ പാസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒരു കുട്ടി മരണപ്പെടുന്നുണ്ട് അവസാനം നിമിഷം. ഇതിന് ബിസിനസ്സായി കാണുന്നവരുണ്ട്. നിങ്ങളെ ഹോസ്പിറ്റലുകളിലെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയത വെച്ചിട്ട് ഇവർ നടത്തുന്ന ബിസിനസ്സുകൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇത് ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തൊരു സംഭവമാണ്. നിങ്ങൾ മതത്തിൽ ഇതിൽ ഏതൊക്കെ രീതിയിൽ ഇത് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മതം ഇതിനെ ഏത് രീതിയിൽ ന്യായീകരിച്ചാലും ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. അത് ഇനിയിപ്പോൾ നമ്മൾ മഹലിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ പോലെ, നീ ഇസ്ലാമിലെല്ലാം അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാൽ പോലും ഞാനത് സമ്മതിച്ചിട്ടില്ല. കാരണം ഒരു മതമോ അല്ലെങ്കിൽ ഒരു ആത്മീയതയോ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാം ഉള്ള ആളുകളാണ്. നമ്മൾ എല്ലാ പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, എല്ലാം ഉള്ളതാണ്. ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്ന ഈ കളി, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കാതെ ഗവൺമെന്റിന്റെ നിയമം വന്നുകൊണ്ടോ
അല്ലെങ്കിൽ പോലീസുകാർ നിങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം ശിക്ഷിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം മാറ്റം വരുത്തണം, നിങ്ങൾ സ്വയം ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ വളരെ ആലോചിച്ചിട്ട് വേണം ജീവന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കാൻ. എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ.